നാശം, എന്റെ ഒരു ഗതികേട്. അപ്പനും അമ്മയും പൂത്തോല് കിടന്നുറങ്ങുക. ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഇലക്കിടാം. ഇല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച എന്നാ പറ്റിയെന്ന് വെച്ചാ അന്നും. അമ്മച്ചോട് ഇവിടെ വിറക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല. ഇനി വിറക് കൊണ്ടുവരണം, അരി ഇടണം, പ്രോജക്ട് എഴുതണം, ക്ലാസ്സിൽ പോണം. എന്റെ ഒരു നീ ഒന്ന് എണീറ്റേ. നമ്മുടെ മോളുടെ ഓളിയല്ലേ ആ കേട്ട്? ഓളിയോ? ഞാനൊന്നും കേട്ടില്ല. നമുക്കൊന്ന് നോക്കാം. എന്റെ നൈറ്റി ആദ്യം ആ നൈറ്റി ഉടുത്ത മനുഷ്യ ആളുകൾ കാണണ്ട. എന്റെ ലുങ്കി നീ ഉടുത്തിരിക്കും, അത് ഞാൻ ഉടുത്ത. അതങ്ങ് താ മനുഷ്യൻ പറഞ്ഞു വെക്കാൻ നേരമില്ല. മോളെ മോളെ കവിതേ, സർ, ഈ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കണം. എന്തേ? അത്യാവശ്യമായ ഇഞ്ചക്ഷൻ വേണം. ഈ മരുന്ന് ഉടനെ വാങ്ങണം. നമ്മള് കാരണമല്ല ആശാന്റെ മൂക്കിക്ക് എത്തിയത്. അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നീ പോയി മരുന്ന് അടിച്ചേച്ചു വാ. അല്ല, മരുന്ന് മേടിച്ചോണ്ട് വാ. ഞങ്ങള് മുകളിലേക്ക് വാ. പെട്ടെന്നല്ലേ. വേഗം വാ. ഞങ്ങൾ ആശാന്റെ കയ്യിരിക്കുന്ന വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. എന്താണോ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്? ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും മാറിക്കോ. നീ പോലെ ഇതിലുള്ള മരുന്നൊക്കെ എടുത്തു വെച്ചേ. ഞാനപ്പോഴേക്കും ബോംബ് ചെക്ക് ചെയ്തേ. ഇവിടെ പിടിച്ചു ഓടിക്കോ. ആശാനെ, എഴുതിയ മരുന്ന് മുഴുവനുണ്ട്. അതെ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇപ്പഴാ സമാധാനം ഏത്? നീ ബില്ല് കൊടുത്താലേ എനിക്ക് സമാധാനാവും. അതൊന്നും നീ പേടിക്കണ്ട. എന്നാ കൊടുത്ത ഇത് കണ്ട ചതിച്ചടാ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാശാണെന്ന് കരുതി എടുത്തത് ഇതായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാനേജർ ഇത് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഒരു വഴിയുണ്ട്. ഇൻഷുറൻസ് കറക്റ്റ് ആണല്ലേ? ആരും കള്ളും കുടിച്ച് ബൈക്ക് വരുന്നില്ല സാറേ. 7:10 മണി കഴിഞ്ഞല്ലേ ബാർ അടയ്ക്കൂ. അത് കഴിഞ്ഞ് വന്നോളും. ആളുകൾക്കിടയില് എനിക്ക് നല്ല മതിപ്പല്ലേ? സാറിനെ ഭയങ്കര പേടിയാ സാറേ. സാറിന്റെ ചെല്ലപ്പേര് ഇടിയൻ ജോർജ്. ജോർജ്, ഇടിയൻ ജോർജ്. എങ്ങനെയുണ്ടടാ പേര്? താനാ ബോർഡ് കണ്ടോ? കണ്ടു സാർ. അതെന്താണെന്ന് മനസ്സിലായോ? അതാണ് ലവണ തൈലം. അതിനെപ്പറ്റി വല്ല അറിയാവോ? അറിയില്ല. പറഞ്ഞുതരാം. എടോ, പ്രസവം കഴിഞ്ഞ് പെമ്പിള്ളേർക്ക് വയറ് വരാതിരിക്കാനും പ്രസവത്തിന് മുന്നും ആണുങ്ങൾക്ക് ശരീരത്തിന് ഭംഗി വരുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് ലവണ തൈലം. താൻ ആ ഫ്ലെക്സിന്റെ താഴെ ഇരിക്കുന്ന ലൈറ്റ് കണ്ടോ?
കണ്ടല്ലോ. അത് ഇപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ട് അതിനൊരു ഉജാറില്ല കാണാൻ. അതേസമയം അത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കായിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ ആ ഫ്ലെക്സിന്റെ ആ ശോഭ ഉണ്ടല്ലോ, ലവണതലം മനസ്സിലായോ? സാറിന്റെ ബുദ്ധി അപാരം തന്നെ. താങ്ക് യു. സാർ, സാറിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാൻ. പഠിക്കാനല്ല, പഠിപ്പിക്കാനുണ്ട്. നിന്നെ ഞാൻ പലതും പഠിപ്പിച്ചവരാടാ. വണ്ടിയിലോട്ട് കയറ്, വണ്ടി എടുക്കടാ. പോലീസുകാർക്കൊന്നും അത് വരയില്ല അല്ലേ? ആ ലോക്കൽ ഗ്യാസ് കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഗോൾഡും പണവുമായി അവർ ആ വഴി. ഇന്നലെ ആ വണ്ടി ചെക്ക് ചെയ്യാതെ വിട്ടത് മണ്ടത്തരായിപ്പോയി. ഇടിച്ചതിന്റെ കൂമ്പിയാൻ പാട്ടും പോലീസാണെന്നൊന്നും ഞാൻ നോക്കൂല. സാറിന്റെ തൊപ്പിയെ ധരിക്കാൻ പോണത്. ഇന്നലത്തെ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു അല്ലേ? ഇന്നലെ ബാങ്കിന് താഴെ ഡ്യൂട്ടിയിൽ ജോർജ് ഉണ്ടായിരുന്നല്ലേ? സാർ, എനിക്ക് കൂടുതലായി ഒന്നും കേൾക്കണ്ട. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കണം. സാറിന്റെ മക്കളുടെ പേരെന്തുവാ? വിമൽ, അമൽ. നല്ല പേര്. അവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ അപ്പച്ചനാണെന്ന്? താൻ വാക്കുകളുടെ അതിര് വിടുന്നു. ഒരു മേലുദ്യോഗസ്ഥനോടാണ് സംസാരിക്കുന്നുള്ള കാര്യം ഓർമ്മ വേണം. അത് ഈ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ്. ഇപ്പോഴേ ഞാൻ ഇദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനല്ല, വെറും ഒരു പൗരൻ മാത്രമാണ്. പൗരൻ. ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പോലീസിന്റെ കടമ, അല്ലാതെ ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങാ. വീണ്ടും കാണാം. പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. നിങ്ങൾ ഈ പോലീസുകാർക്ക് പിന്നെ വേറെന്താ പണി? 27 നടന്ന ബാങ്ക് കൊള്ള. അത് നടക്കുമ്പോൾ ബാങ്കിന് മുന്നിൽ പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു പോലും. എന്നിട്ട് ആരും ഒന്നും അറിഞ്ഞൂല, കേട്ടതുമില്ല. സർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ ജോർജിനെ സസ്പെൻഡ് ചെയ്തു സർ. ഞാൻ അറിഞ്ഞു. അതെന്തായാലും വളരെ നന്നായി. 24 മണിക്കൂറിനുള്ളിൽ സകല കള്ളന്മാരെയും പിടിച്ചിരിക്കണം. ഇത് ആഭ്യന്തരമന്ത്രിയുടെ ഓർഡറാണ്. ഒരു തട്ടുന്നു പാട്ടയ്ക്ക് മൂടുണ്ടോണ്ണ? പുതിയ പാട്ട കയ്യിലെങ്ങും തട്ടലെണ്ണ മുറിഞ്ഞ സെപ്റ്റിക്കാവും. എന്നാ പഞ്ചാര അര, റവ മുക്കാല്, മല്ലി വേണ്ട, ഉള്ളി മതി. ഇനി എന്തെങ്കിലും അല്ലേ വേണ്ട. എന്തിനാണ് ഇത് കളഞ്ഞത്? ചുണ്ട് പൊള്ളുന്നവരെ വലിക്കുന്നവനാ. സാമ്പത്തികം ഒരുപാടായോ? പോലീസ് ഇടവാടാ. നീയല്ലടാ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ചത്? സാറേ, അന്നത്തെ സാഹചര്യം അങ്ങനെ പോയി, അതുകൊണ്ടാ. കൂട്ടുകാരനാ? ഓ, അപ്പൊ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്ന് ജീപ്പി കയറണ്ടായോ? കിട്ടോ?